കൂർക്കം വലി എന്താ പറയുക ഡൈവോഴ്സ് വരെ കൊണ്ടെത്തിക്കും പലപ്പോഴും. അറിയാലോ, ഈ കൂർക്കം വലിക്ക് സത്യം പറഞ്ഞാൽ ഏജ് ഗ്രൂപ്പില്ല, എല്ലാം കൊച്ചുകുട്ടികളിൽ പിന്നെ വളരെ വലിയ നോയ്സ് അല്ലാത്തത് കൊണ്ട് അവർ കൂർക്കം വലിക്കുന്നത് മൂലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്തത് കൊണ്ടും നമ്മൾ പലപ്പോഴും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ മാത്രം കൺസേൺ ആയിരിക്കും. പക്ഷേ അതായത് ഞാൻ പറഞ്ഞ എല്ലാ ഏജ് ഗ്രൂപ്പിലും കൂർക്കം വലിയുണ്ട്. അപ്പോൾ അഡൾട്ടിലേക്ക് നീങ്ങുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാവുകയും അത് റൂംമേറ്റ്സിനോ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറിനും വൈഫിനും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോവുകയും അത് പലപ്പോഴും മറ്റുള്ളവരുടെ ഉറക്കത്തെ ബാധിക്കും. കൃത്യമായി ഈ ഉറക്കത്തിന് 2 ഫേസ് ഉണ്ട്. അതായത് REM സ്ലീപ്പ്, NREM സ്ലീപ്പ്. ഈ സ്ലീപ്പിൻ്റെ ഘട്ടങ്ങളിലൂടെ മുഴുവൻ കടന്നു പോയാൽ മാത്രമേ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, ഇന്ന് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുക. ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഓർത്തിരിക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ അതിനെക്കാട്ടി എന്തുമാത്രം ശക്തിയുള്ളൊരു കാര്യമാണ്. അത് ഓർത്ത് വെച്ചേക്കാനുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഈ സ്ലീപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലേക്കും പോകണം. നമ്മൾ സ്നോർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും എത്തില്ല. പകുതി എത്തുമ്പോൾ നമ്മൾ ഉണരുകയാണ്. കാര്യം നമുക്ക് ശ്വാസം കിട്ടുന്നില്ല. സ്നോറിങ് എല്ലാവർക്കും അല്ല, സ്നോറിങ് ഒരു സ്ലീപ്പ് അപ്നിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അത് ദീർഘകാലം നിൽക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂർക്കം വലിയുടെ കാരണങ്ങൾ നമുക്ക് ഏറ്റവും കൊച്ചുകുട്ടികൾ മുതൽ നമുക്ക് തുടങ്ങാം. കൊച്ചുകുട്ടികളിലാണെങ്കിൽ കൂർക്കം വലിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അമിതമായ വണ്ണം ഉണ്ടാകും. കുട്ടിക്കൊരു അഡൾട്ടിന് ഒബിസിറ്റി ഉണ്ടാകുന്നത് പോലെ തന്നെ കുട്ടികളിൽ അമിതവണ്ണം ഉണ്ടാകും. നമ്മൾ കുട്ടികൾ വണ്ണം വെച്ചിരിക്കുന്നത് വളരെ ഭംഗിയാണ്, അല്ലെങ്കിൽ വളരെ കുട്ടിക്ക് ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് ധരിക്കുന്ന ഒരു വളരെ എഡ്യൂക്കേറ്റഡ് പാരൻസ് വരെയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അത് തെറ്റാണ്. കുട്ടി മെലിഞ്ഞിരിക്കുന്നതാണ് ഭംഗി, മെലിഞ്ഞിരിക്കുന്നതാണ് ആരോഗ്യം. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കുട്ടിക്ക് കൂടുതൽ ആഹാരം കൊടുക്കുകയും നമ്മൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കുട്ടികൾക്ക് പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടി വണ്ണം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ വണ്ണം വയ്ക്കുമ്പോൾ എന്ത് പറ്റും? അപ്പോൾ നമ്മുടെ ശ്വാസം അകത്തേക്ക് പോകാനുള്ള ആ ട്യൂബ് ഉൾപ്പെടെ ശ്വാസകോശം വരെ എത്തുന്ന ഇത് സ്നോറിങ്ങിൻ്റെ കാരണം ബേസിക്കലി സിമ്പിളാണ്. മൂക്ക് മുതൽ ശ്വാസം എത്തുന്ന അങ്ങേയറ്റം വരെ ശ്വാസകോശങ്ങളുടെ മേൽഭാഗം വരെയുള്ള ട്യൂബിന് എവിടെ തടസ്സം ഉണ്ടായാലും സ്നോറിങ് ഉണ്ടാകും. അപ്പോൾ ആ സ്നോറിങ്ങിൻ്റെ കാരണങ്ങളിലൊന്ന് കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമിതവണ്ണമാണ്. അമിതമായ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ഉണ്ടാകുമ്പോൾ ശരീരത്തിലുള്ള അകത്തുള്ള സ്ട്രക്ചേഴ്സിനും ഒക്കെ തന്നെയും വലിപ്പം കൂടുകയും അത് ശ്വാസത്തിന് തടസ്സം ഉണ്ടാകുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് മൂക്കിന് പുറകുള്ള ഒരു ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥി നമുക്ക് 1 വയസ്സ് വരെ ആവശ്യമുള്ളൂ കുട്ടിക്ക്. അപ്പോൾ ഒരു 3-3.5 ആകുമ്പോൾ ഒന്ന് വീങ്ങി 4-4.5 ആകുമ്പോൾ ഒന്ന് ചുരുങ്ങി പോവുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് അമിതവണ്ണമുള്ള ഒരു കുട്ടിയെ എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അലർജിയും കൂടെ ഉള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അമിതമായ വണ്ണവും കൂടെ ഉള്ള ആളിന് ഇതിന് കൂടുതൽ ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീർപ്പവും കൂടി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ മറ്റ് സ്ട്രക്ചേഴ്സും എല്ലാം വണ്ണം കൂടി നിൽക്കുന്നത് കൊണ്ടും ആ വണ്ണം കൂടുതൽ മൂലം ഉണ്ടാകുന്ന വീർക്കം ഉണ്ടാകുന്നത് കൊണ്ടും ശ്വാസതടസ്സം ഉണ്ടാകും. അപ്പോൾ ഈ കൊച്ചുകുട്ടികളിൽ കൂർക്കം വലി ഉണ്ടാകും. പിന്നെ അഡിനോയിഡിനെ കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. പക്ഷേ ഈ കൂർക്കം വലി അഡൾട്ടിലേക്ക് പോകുമ്പോൾ യൂഷ്വലി അഡിനോയിഡ് ഗ്രന്ഥിയാണ്. ചിലപ്പോൾ ടോൺസിൽ ഗ്രന്ഥിയുടെ വലിപ്പം മൂലവും കൊച്ചുകുട്ടികളിൽ വരാറുണ്ട്. അഡൾട്ടിലേക്ക് പോകുമ്പോഴും നമ്മളൊരു എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുന്ന ഒരു അപ്രോച്ചാണ്. എല്ലാ അസുഖങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ പോലും സ്നോറിങ്ങിന് ഒരു ധാരാളം ഫാക്ടേഴ്സ് നമുക്ക് സ്നോറിങ് ഉണ്ടാക്കാറുണ്ട്, കൂർക്കം വലി ഉണ്ടാക്കാറുണ്ട്. എന്താണ് കാരണം എന്ന് അത് മൂക്ക് മുതൽ തുടങ്ങും. മൂക്കിൻ്റെ പാലത്തിന് വളരെ ഒട്ടും ശ്വാസം പോകാത്ത തരത്തിലുള്ള വളവ്, ചെറിയ വളവുകൾ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പലപ്പോഴും ചെറിയ വളവുകൾ നാം അതും കൂടെ അറിഞ്ഞിരിക്കണം. മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചികിത്സ ആവശ്യമില്ല. മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് എനിക്കും ഉണ്ട്, താങ്കൾക്കും ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും, ഒരുപാട് ആൾക്കാർക്കുണ്ട്. അത് രോഗലക്ഷണങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ചികിത്സ. അതിൽ ഒരു രോഗലക്ഷണമാണ് ഈ പറഞ്ഞ സ്നോറിങ്, കൂർക്കം വലി എന്ന് പറയുന്നത്. തൊണ്ടയുടെ പുറകിട്ട് പോകുമ്പോൾ മറ്റെന്തെങ്കിലും സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ ചതകൾ ഉണ്ടാവുക, ശ്വാസം തടസ്സത്തിന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറച്ചുകൂടെ പുറകോട്ട് പോകുമ്പോൾ നേസോഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗത്തുണ്ടാകുന്ന വീർക്കം ഉണ്ടാവുക. പിന്നീട് തൊണ്ടയിലേക്ക് പോകുമ്പോൾ ടോൺസിൽ ഗ്രന്ഥി വലുതായിട്ടിരിക്കുക. കൊച്ചുകുട്ടികളുള്ളത് പോലെ തന്നെ വലിയ ആൾക്കാരിലും വലുതാകാം. ടോൺസിൽ ഗ്രന്ഥിക്ക് മുകളിലുള്ള ഒരു കേർട്ടൻ പോലെ കിടക്കുന്ന ഭാഗമുണ്ട്. അപ്പം ആ സോഫ്റ്റ് പാലറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലം ഉണ്ടാകാം. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് പോകാനുള്ള തടസ്സം ഉണ്ടാക്കും. അപ്പോൾ നമ്മളിപ്പോൾ കൂർക്കം വലിയായിട്ട് വരികയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള, കുട്ടികളുടെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ അവർ പറയും ഓപ്പറേഷൻ ചെയ്യണം, എൻ്റെ കൂർക്കം വലി ഉണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും രോഗികൾ വരാം. ഞാൻ അവരോട് പറയും ആദ്യം വെയിറ്റ് നോക്കാൻ പറയും. അപ്പം പറയും 100 കിലോ അല്ലെങ്കിൽ 90 കിലോസ്. 90 കിലോ ഉള്ള ഒരാളിനെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലോടുകൂടി തന്നെ ശ്വാസം എന്താ പറയുക, കൂർക്കം വലി മാറിപ്പോകണമെന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് അവർക്ക് വെയിറ്റ് റിഡക്ഷൻ അത്യന്താപേക്ഷിതമാണ്. വെയിറ്റ് റിഡക്ഷൻ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാതെ നമുക്ക് സർജറി ചെയ്ത് കൊടുത്തുകൊണ്ട് മാത്രം ഇത് കേടാവില്ല. നമുക്ക് ഇത് കൂടെ തന്നെ ശ്വാസം വലി കൂർക്കം വലി സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാർക്ക് ചില മെഷീനുകൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ ലഭ്യമാണ്. അത് നമ്മൾ സ്ലീപ്പ് സ്റ്റഡീസ് നടത്തും. സ്ലീപ്പിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ടെസ്റ്റുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് ടെസ്റ്റുകൾ, ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റുകളുണ്ട്. നമ്മൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കും, മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത് നോക്കും, സിസ്റ്റമിക് ടെസ്റ്റ് രോഗങ്ങളുണ്ടോ നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കും. ഒരു നല്ല ശതമാനം രോഗികളിലും ഈ പറഞ്ഞ മാതിരിയുള്ള CPAP പോലുള്ള ചില മെഷീൻസ് അവൈലബിൾ ആണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്വാസം തടസ്സമില്ലാതെ കൊണ്ടുപോകുന്ന ഘടിപ്പിക്കുന്ന മെഷീൻസ് അവൈലബിൾ ആണ്. അത് സ്ലീപ്പ് സ്റ്റഡിക്ക് ശേഷമാണ് കൊടുക്കുക. അതേസമയം
മൂക്കിന് തടസ്സം ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ഡിഫോമിറ്റീസിനെ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തൊണ്ടയ്ക്കുണ്ടാകുന്ന സ്ട്രക്ചറൽ ഡിഫോമിറ്റീസിനെ ഓപ്പറേഷൻ വഴി കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അടിസ്ഥാനപരമായി നമ്മുടെ സംസ്ഥാനത്ത് അമിതവണ്ണം മൂലമുണ്ടാകുന്ന കൂർക്കം വലിയുടെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് വണ്ണം കുറയ്ക്കുക എന്നുള്ള പ്രാഥമികമായ ഒരു ഘടന, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആഹാരം ശത്രുവാണ്, മിത്രമല്ല. ആഹാരം നമുക്ക് ആവശ്യമുള്ള ആഹാരം കഴിക്കുക എന്നുള്ള ഒരു മെയിൻ ഒരു തീം എടുക്കുകയാണെങ്കിൽ, ഒരു ലക്ഷ്യം നമ്മൾ കൈവയ്ക്കുകയാണെങ്കിൽ, നമ്മൾ കൈവരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ണം ഉണ്ടാവില്ലെങ്കിൽ ഒബിസിറ്റി ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് കൂർക്കം വലി ഉണ്ടാവില്ല. അപ്പോൾ ഇത് കൂർക്കം വലിയല്ലേ ഉള്ളൂ, ചെറിയൊരു ശബ്ദം ഉണ്ടാകുന്നതല്ലേ ഉള്ളൂ എന്ന് കരുതാൻ പറ്റില്ല. കാരണം അതിനൊരു കാരണം കൂടിയുണ്ട്, അതും പ്രാധാന്യമുള്ളതാണ്. കൂർക്കം വലി അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് എന്താ പറയുക, കൂർക്കം വലി സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാരിൽ ക്രമേണ മറ്റ് രോഗങ്ങളിലേക്ക് പോകും. ഹൈപ്പർ ടെൻഷൻ വരാം, രക്താതിസമ്മർദ്ദം വരാം, ഉറക്കം കൃത്യമായി നിൽക്കാത്തതുകൊണ്ട് ശ്രദ്ധക്കുറവുണ്ടാകാം, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കൂടുവാനുള്ള കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രോഗങ്ങൾ, ഈവൻ ഹൃദ്രോഗത്തിലേക്ക് പോകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ, സിസ്റ്റമിക് ഇൽനെസ്സിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് ഈ കൂർക്കം വലി പോകുക. അതുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. പിന്നെ ചെറിയ ട്രിക്കുകളൊക്കെ ഉണ്ട്. കിടക്കുമ്പോൾ കൂർക്കം വലിയുള്ള ആൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ കൂർക്കം വലി കുറവായിരിക്കും, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ കിടക്കുമ്പോഴാണ് നമ്മുടെ ശ്വാസത്തിന് കൂടുതൽ തടസ്സം ഉണ്ടാകുന്നത്, ചരിഞ്ഞ് കിടക്കുന്ന രീതികൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ പല രോഗികളോടും പറഞ്ഞു കൊടുക്കുന്നത്, വണ്ണം കുറയ്ക്കാൻ പറയും തീർച്ചയായിട്ടും, സ്ട്രക്ചറൽ ഡിഫോമിറ്റിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടൊപ്പം ചില അഡ്വൈസ് കൊടുക്കാറുണ്ട്. ഒന്ന്, വണ്ണം കുറയ്ക്കുക. സെക്കൻഡ്, പലപ്പോഴും നമ്മൾ കിടക്കുമ്പോൾ ചരിഞ്ഞ് കിടക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളത്. അത് ചരിഞ്ഞ് കിടക്കാൻ ഉറക്കത്തിൽ എങ്ങനെ ചരിഞ്ഞ് കിടക്കും, അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഉറക്കത്തിൽ ചരിഞ്ഞ് കിടക്കാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്ക് തടസ്സമുണ്ടാക്കാത്ത അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ ബോളുകൾ ഇടും. ഇവൻ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന സ്പഞ്ചിലെ ബോളുകളുണ്ട്. ആ ബോൾ ഒരു ചെറിയ നീളമുള്ള തുണിയിൽ കെട്ടിയിട്ട് ബാക്കിൽ, അതായത് നമ്മുടെ 2 സ്കാപ്പുല ബോൺസിനും ഇടയ്ക്കായിട്ട് ലൂസായിട്ട് ടൈ ചെയ്ത് വെക്കുക. മീൻസ് ഭയങ്കര ടൈറ്റായിട്ട് കെട്ടരുത്, നമുക്ക് ശ്വസിക്കാനുള്ള സ്പേസ് കൊടുത്തുകൊണ്ട് കെട്ടി വയ്ക്കുക. അപ്പോൾ നമ്മൾ നാച്ചുറലി കിടക്കുമ്പോൾ ചരിഞ്ഞേ കിടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കൂർക്കം വലിയുടെ അളവും ഉണ്ടാവും, നമ്മുടെ പാർട്ട്ണറിനും നമ്മുടെ കൂടെയുള്ള ആളിനും ഒക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അടിസ്ഥാനപരമായി മറ്റു കാര്യങ്ങൾ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ദാമ്പത്യ ജീവിതത്തിന് കൂർക്കം വലിക്ക് വലിയ പങ്കുണ്ട്. അബ്സല്യൂട്ട്ലി. ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലെ ധാരാളം പേര്, ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഞാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അവർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിപ്പോയിട്ട്, ഡൈവോഴ്സിലേക്ക് എത്തിപ്പോയില്ലെങ്കിൽ പോലും പലരും സഹിക്കുകയാണ്. ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ കൂർക്കം വലി സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് ചിലപ്പോൾ വേറൊരു കാരണമായിരിക്കും കണ്ടെത്തുന്നത്, ഇത് പറയാതെ അങ്ങനെ ഉണ്ടാകാം. പലപ്പോഴും നമ്മുടെ മറ്റു കാരണങ്ങൾ പറയാതെ നമ്മളെപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എനർജി, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആഹാരം. നമ്മൾ പറയുന്ന ആഹാരം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, അതിനെക്കാട്ടിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം. ഉറക്കം ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഉറങ്ങാതിരിക്കുന്ന ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുന്ന ഒരു പുരുഷനെയോ ആലോചിച്ച് നോക്കൂ. പിന്നെ നമ്മുടെ ടെക്നോളജി പിന്നെയും കൂടി വരികയാണ്. ഞാൻ ചില രോഗികളോട് പറയും, എനിക്ക് അദ്ദേഹത്തിനെ, ഒരു രോഗി എന്ന് പറഞ്ഞ് പറയാം, എനിക്ക് അദ്ദേഹത്തിനെ അല്ലാതെ എല്ലാം ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂർക്കം വലി കാരണം എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല. മറ്റു മുറിയിൽ പോയി കിടക്കാനുള്ള സൗകര്യത്തിലല്ല, ഞാനൊരു കുടുംബ വീട്ടിലാണ്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിവൃത്തികേടാണെങ്കിൽ നിങ്ങളൊരു നോയ്സ് റെഡ്യൂസിങ് ബ്ലൂടൂത്ത് ഡിവൈസ് രാത്രി ഘടിപ്പിച്ച് വയ്ക്കൂ. വൈഫിനോട് ഞാൻ പറഞ്ഞു, ഘടിപ്പിക്കും. അപ്പോൾ ആ ശബ്ദം നിങ്ങളുടെ ഇതിലേക്ക് വരില്ല. തൽക്കാലം അത് ചെയ്യൂ. അദ്ദേഹത്തിനോട് വണ്ണം കുറച്ച് ഇതിനുള്ള ചികിത്സയൊക്കെ എടുക്കാനുള്ള കാര്യങ്ങൾ പറയാം. ദാറ്റ് ഈസ് എൻ ഓപ്ഷൻ. ഡെഫിനറ്റ്ലി ഒരു നോയ്സ് റെഡ്യൂസിങ് ഡിവൈസ്, ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് നമുക്ക് ഘടിപ്പിക്കാം. അത് സ്ഥിരമായിട്ട്, ഒരു പക്ഷേ താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് ഉറങ്ങണമല്ലോ, ഉറങ്ങാനുള്ള കാര്യങ്ങളിലേക്ക് ചെയ്തതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.